ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മസാല ടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു നല്ല അടിപൊളി മസാല ചായ റെഡിയാക്കി എടുക്കാനുള്ളത് നമുക്ക് നോക്കാം. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചൂടായിട്ടുള്ളൊരു അടിപൊളി ചായ റെഡിയാക്കി എടുക്കാം. എല്ലാവരും വാ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഇതുപോലുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ടിലുള്ള ബൗളോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഇതാ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരരിപ്പ, അതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലൊരു തുണി വെച്ചൊന്ന് കെട്ടി കൊടുക്കുക. കാരണം നമുക്ക് ഇതിലേക്കാണ് പഞ്ചസാര, ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് അരിപ്പൻ്റെ അടിയിലൊരു തുണി വെച്ചൊന്ന് കെട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു സൈസുള്ള 2 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു അരിപ്പൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വലിയൊരു പാത്രം കിട്ടണം. അതായത് നമ്മുടെ ഈ ഒരു അരിപ്പയും അതുപോലെ തന്നെ നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്ത് വെച്ചില്ലേ, ആ അരിപ്പയും പാത്രം കൊള്ളാൻ പാകമുള്ള ഒരു വലിയൊരു പാത്രം വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിലിങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ളൊരു പാത്രം എടുക്കുക. കുക്കറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് തന്നെ അതിൽ മെൽറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല ടേസ്റ്റൊക്കെ നമ്മുടെ അടിയിലുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് പാത്രം മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പ് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലുള്ള ആ ഒരു വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല ടേസ്റ്റുള്ള ആ ഒരു ചായ നമുക്ക് അതിലേക്ക് കിട്ടും. പിന്നെ അതിലേക്കൊന്ന് ഒരു 2-3 തവണ നമ്മളിതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അതിലുള്ള ആ ഒരു മസാല ടേസ്റ്റ് മൊത്തം നമുക്ക് ആ ഒരു ചായയിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 10 സെക്കൻഡോളം ഞാൻ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 കപ്പ് പാല് ഞാനിവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ മസാല ചായ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാന്ന് വെച്ചാൽ അത് തിളച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു കുറച്ച് സമയം അതിലൊന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് ഓൾറെഡി പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനൊന്നും കൂടെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നല്ല ആ ഒരു മസാലേൻ്റെ ഒരു മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല വൈകിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ചായയാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.